ഇപ്പോൾ നല്ല ചൂട് കാലവും അതേപോലെ നോമ്പ് കാലവുമാണ്. പലതരത്തിലുള്ള ഡ്രിങ്ക്സ് നമ്മൾ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഇതും ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കൂ, ഹെൽത്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനതിന് റാഗിയാണ് എടുത്തിട്ടുള്ളത്. റാഗി ഒരു 2 മണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചതാണ്. നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം നമ്മൾക്ക്. ഇല്ല, ആ പാലൊക്കെ നമ്മൾക്ക് അരിച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇത് അരിച്ചെടുക്കണം. വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു നേരം നമ്മുടെ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെയുള്ളവർ ഇതിൻ്റെ തവിട് കളയാതെ വേണം ഇത് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് വിശപ്പ് അനുഭവപ്പെടില്ല. ഇത് ദഹിക്കാൻ കുറച്ച് താമസിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ തവിട് കളയാതെ ഇതുപോലെ എടുക്കാതെ നമ്മൾ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിതിൻ്റെ പാല് മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് വിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ല എങ്കിൽ അടുക്കി പിടിക്കും. പെട്ടെന്ന് ആയി കിട്ടുന്ന ഒന്നാണ്. ഒരു കുറുക്ക് മാതിരിയാണ് നമ്മളിതിപ്പോൾ ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഈ അരച്ച് പാലെടുത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചില കുട്ടികൾക്ക് ഇതിൻ്റെ തവിട് വയറ്റിൽ പോയാൽ വയറുവേദന വരും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പറയാനൊന്നും അറിയാത്ത പ്രായമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ തവിടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് നല്ലപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കണം. ഇത് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്കിത് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പഞ്ചസാരയോ അതേപോലെ ശർക്കരയോ പാലോ ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഷുഗർ പേഷ്യൻ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും. ഇതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2-3-4 കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഈത്തപ്പഴം ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2-3 നമുക്ക് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പുളി ഒട്ടും ഇല്ലാത്ത തൈര് നമ്മൾക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച റാഗി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. റാഗിയുടെ കൂടെ ഈ തൈര് ചേർത്തിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും. നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബട്ടർ മെലണും അതേപോലെ കാഷ്യൂനട്ടും ഈത്തപ്പഴവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ചേർത്തിട്ടാണ്, അതായത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതിൽ ലാസ്റ്റ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ ഈ ചൂട് കാലത്ത് മധുരം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പാൽപ്പൊടിയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുട്ടികളാകുമ്പോൾ അവർക്കൊന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. ഇത് 1 ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി. വയറ് ഫുള്ളാവും. കുട്ടികൾക്കായാലും ശരി മുതിർന്നവർക്കായാലും ശരി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഡിന്നറിനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.